ഒരു പട്ടാളക്കാരൻ പടക്കളത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ എന്തെല്ലാം ധരിക്കുമോ അതൊരു ദൈവവൈതൽ വ്യക്തിപരമായ ലൈഫിൽ സൂക്ഷിക്കുന്നെങ്കിൽ എതിരെ വരുന്ന എല്ലാ ആയുധങ്ങളും പരാജയപ്പെട്ടു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ക്രിസ്തീയ ജീവിതം നമ്മുടെ ബലത്തിലല്ല നാം മുമ്പോട്ട് പോകേണ്ടത്, ദൈവിക ബലത്തിലാണ്. എന്നിട്ട് ധന്യനായ പൗലോസ് എഫെസോസിലെ സഭയോട് പറയുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. എന്തുകൊണ്ടൊരു ദൈവവൈതൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം? തന്ത്രങ്ങളിലൂടെ പിശാച് കുടുംബങ്ങളെയും വ്യക്തികളെയും തച്ചുടയ്ക്കുവാൻ ശ്രമിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പിശാചിന്റെ തല കാൽവറിയിൽ തകർത്തു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 2, അവനെ ആയുധം വെപ്പിച്ച് ദൈവം കീഴടങ്ങുമാറാക്കി. അങ്ങനെങ്കിൽ തലയില്ലാത്ത, ആയുധമില്ലാത്ത പിശാച് തന്ത്രങ്ങളിലൂടെ കുടുംബങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോൾ ആ തന്ത്രങ്ങളിൽ കുടുങ്ങി തകരാതിരിക്കുവാൻ വേദപുസ്തകം പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് പിശാച് തന്ത്രപരമായിട്ടാണ് വ്യക്തികളെ കീഴടക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാരെ വളരെ തന്ത്രപരമായി പിശാച് കീഴടക്കി. ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് അവരെ വളരെ പെട്ടെന്ന് പിശാച് വലിച്ച് ഏദന് പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴും ഓർത്തോണം, ദൈവം നിനക്ക് തന്ന അനുഗ്രഹം, ദൈവം നിനക്ക് തന്ന സമൃദ്ധി, ദൈവം നിനക്ക് തന്ന നന്മ, ആ നന്മയിൽ നിന്ന് എങ്ങനെങ്കിലും നിന്നെ പുറത്തിറക്കുവാൻ പിശാച് ശ്രമം നടത്തുമ്പോൾ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, സ്തോത്രം, ആ ശ്രമങ്ങൾ വിഫലമാകണമെങ്കിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളണം. ഒരു പട്ടാളക്കാരൻ പടക്കളത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ എന്തെല്ലാം ധരിക്കുമോ അതെല്ലാം ആത്മീക ഭാഷയിൽ പൗലോസ് താഴെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. അതൊരു ദൈവവൈതൽ വ്യക്തിപരമായ ലൈഫിൽ സൂക്ഷിക്കുന്നെങ്കിൽ എതിരെ വരുന്ന എല്ലാ ആയുധങ്ങളും പരാജയപ്പെട്ടു. നമുക്ക് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടാം. കണ്ണുകളെ അടച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. അവരുടെ മേൽ വലിയ ദൈവപ്രവൃത്തി അയക്കണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം. അവരുടെ ബന്ധനങ്ങൾ അഴിയണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടാം. ഗോഡ് ബ്ലസ്.